നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അർബുദ രോഗം മൂലം അകാലത്തിൽ വിട പറഞ്ഞ ടെലിവിഷൻ താരം സിദ്ധാർത്ഥിനെ അവന്റെ ആ ഒരു സീനുകളെയൊക്കെ ഓർത്ത് വളരെയധികം സങ്കടത്തിലാണ് ഓരോ താരങ്ങളും. സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ വിയോഗത്തിൽ ആ ഒരു ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കി നടി സീമ ജി നായരും രംഗത്തേക്ക് വരികയാണ്. അന്ന് മരണം സംഭവിച്ച സമയത്ത് സീമ അവരുടെ അമ്മയെ, സിദ്ധാർത്ഥിന്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെ നിന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം സീമ ജി നായരും സിദ്ധാർത്ഥും തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇപ്പോഴിതാ സിദ്ധാർത്ഥ് മരണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും സിദ്ധാർത്ഥിന്റെ ഈ ഒരു വിയോഗത്തിൽ വളരെയധികം വേദന പ്രകടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സിദ്ധാർത്ഥിന് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സീമ ജി നായർ തന്നെ രംഗത്തെത്തുകയാണ്. ഏറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കി വെച്ചാണ് സിദ്ധാർത്ഥ് യാത്രയായിരിക്കുന്നത് എന്ന് ഓർത്തു വിതുമ്പുകയാണ് സീമ ജി നായർ. സിദ്ധാർത്ഥിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഐവർ മഠത്തിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കഴിഞ്ഞ 2 വർഷത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നടി രംഗത്തെത്തിയത്. സിദ്ധാർത്ഥിനെ ബാധിച്ചത് ന്യൂറോ എൻഡോക്രൈൻ കാർസിനോമോ എന്ന് പറയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ ആയിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മികച്ച ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആ ജീവൻ രക്ഷിക്കാനാകാതെ വന്നത് എന്നും സീമ ഓർത്തെടുത്തു. 2 വർഷം മുമ്പ് വയറുവേദനയെ തുടർന്നാണ് രോഗം തുടങ്ങിയത്. ഗ്യാസ് ട്രബിൾ ആണ് എന്ന് കരുതിയെങ്കിലും പിന്നീട് രോഗം ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതോടുകൂടെ നടൻ അരുൺ ഘോഷ് വഴിയാണ് താൻ സിദ്ധാർത്ഥിനെ പരിചയപ്പെട്ടത് എന്നും സീമ വ്യക്തമാക്കി. മുൻപ് പരിചയമില്ലാതിരുന്നിട്ടും ഡോക്ടറെ കാണാൻ സിദ്ധാർത്ഥിനൊപ്പം പോയ ആ യാത്ര അവന്റെ മരണം വരെ തുടർന്നു എന്നാണ് വളരെ സങ്കടത്തോടെ സീമ വ്യക്തമാക്കുന്നത്. രോഗം ഭേദമായി അഭിനയത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും മടങ്ങി വരാൻ സിദ്ധാർത്ഥ് ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇൻഷുറൻസ് തുക നിസ്സാര കാര്യത്തിന് തള്ളിയത് ചികിത്സയുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയെങ്കിലും അവനെ കൈവിടാൻ തങ്ങൾ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നും സീമ വ്യക്തമാക്കി. അസാമാന്യമായിട്ടുള്ള വേദന അനുഭവിച്ചിരുന്നപ്പോഴും മരിക്കുന്നതിന് 2 ദിവസം മുൻപ് പോലും താൻ രക്ഷപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസം സിദ്ധാർത്ഥിനുണ്ടായിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നടി ശരണ്യയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ സിദ്ധാർത്ഥുമായും വലിയൊരു ആത്മബന്ധം തനിക്കുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് താൻ അവനെ തനിയെ വിട്ടുപോരാൻ തനിക്ക് തോന്നാതിരുന്നത് എന്നും നടി വ്യക്തമാക്കുന്നു. സഹായം നൽകിയ ശേഷം മാറി നിൽക്കാതെ വേദനിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നത് അത് തന്റെ ശീലമാണെന്നും ആ ശീലം മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. വേർപാടുകൾ നൽകുന്ന വേദന വലുതാണെങ്കിലും അത്തരം മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിനാലാണ് താൻ വിശ്വസിക്കുന്നത് എന്നതാണ് സീമ ജി നായർ വ്യക്തമാക്കുന്നത്. ക്യാൻസർ ബാധിതനായിരുന്നു നടൻ 2 വർഷത്തോളം രോഗത്തോട് പോരാടിയിട്ടുണ്ട് എന്നും അതിനുശേഷമാണ് മരണത്തോട് കീഴടങ്ങുന്നത് എന്നും അവർ വ്യക്തമാക്കി. സീമ ജി നായരാണ് സിദ്ധാർത്ഥിന്റെ മരണവിവരം ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലെ അറിയിച്ചത്. കുട്ടിക്കാലം മുതൽ അഭിനയത്തോട് താല്പരനായിട്ടുള്ള സിദ്ധാർത്ഥ് കോളേജ് കാലഘട്ടത്തിൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ആളാണ്. സ്വകാര്യ ചാനലിൽ അവതാരകനായിരിക്കെയാണ് സീരിയലിലേക്ക് സിദ്ധാർത്ഥ് എത്തുന്നത്. കസ്തൂരിമാൻ, ഭാഗ്യജാതകം തുടങ്ങിയിട്ടുള്ള ജനപ്രിയമായിട്ടുള്ള പരമ്പരകളിലൂടെ പ്രേക്ഷകഹൃദയം കീഴടക്കിയിട്ടുള്ള നടനാണ് സിദ്ധാർത്ഥ്. ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ വിയോഗം കൂടെ ആയതോടുകൂടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ അർബുദത്തോട് പൊരുതി നേടിയിട്ടുള്ള വിജയത്തെക്കുറിച്ചുള്ള നിരവധി സെലിബ്രിറ്റികളുടെ പേരുകൾ രംഗത്തേക്ക് വരികയാണ്. മമതയുൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ അർബുദം പിടിപെട്ടിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് മണിയൻ പിള്ള രാജു ക്യാൻസർ ബാധിതനായിട്ട് അതിനെ പോരാടി ജയിച്ചൊരു വ്യക്തിയാണ് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ വരുമ്പോഴാണ് വീണ്ടും അർബുദം എന്ന രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതും അതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്ന് സംസാരിക്കുന്നതുമൊക്കെ. ആരോഗ്യ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായിട്ട് അർബുദ രോഗത്തെ കാണുന്നുണ്ട്. എങ്കിൽ പോലും അർബുദ രോഗബാധയെ ചെറുക്കാൻ കാലോചിതമായിട്ടുള്ള കരുതൽ നടപടികൾ സ്വീകരിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. രാജ്യത്ത് അർബുദ രോഗബാധ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിൽ രോഗപ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് രൂപം നൽകിയ ജനകീയ ക്യാമ്പയിൻ ഫലപ്രദമായ മാറ്റത്തിന് വഴിതെളിക്കാൻ ഉതകുന്നതാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. രോഗം കണ്ടെത്താൻ വൈകിയതിനാൽ മതിയായ ചികിത്സ ലഭിക്കാത്ത രോഗികൾ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി ആദ്യ നടപടി എന്നുള്ള രീതിയിൽ സർക്കാർ അതിനൊരു പദ്ധതി തന്നെ സ്വീകരിച്ചിരുന്നു.
ഫെബ്രുവരി 4 മുതൽ നടത്തിയ ആരോഗ്യ ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിലൂടെ ഏകദേശം 15.5 ലക്ഷത്തോളം സ്ത്രീകളെയാണ് സ്ക്രീനിങ്ങിന് വിധേയമാക്കിയത്. അർബുദം സ്വീകരിച്ച 242 പേർക്ക് തുടർ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഇതിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ 2 ദിവസം അർബുദ സ്ക്രീനിംഗ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അർബുദ രോഗബാധ ഉണ്ടോ എന്ന് ക്ലിനിക്കുകളിൽ പരിശോധിക്കാൻ സാധിക്കുമെന്ന് ഇതിലൂടെ സർക്കാർ ഉറപ്പുവരുത്തി. BPL വിഭാഗത്തിന് സ്ക്രീനിംഗ് സൗജന്യമായിരിക്കും. APLകാർക്ക് മിതമായ നിരക്കിലായിരിക്കും പരിശോധന എന്നും സർക്കാർ അറിയിച്ചിരുന്നു. ജനകീയ അർബുദ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ സർക്കാർ സംഘടിപ്പിച്ചത്. കുടുംബങ്ങളെ വൈകാരികമായി സാമ്പത്തികമായി തകർക്കുന്ന അർബുദ രോഗബാധയെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഏറെ ജാഗ്രത ആവശ്യപ്പെടുന്നതാണ്. 2016 സംസ്ഥാനത്ത് 1 ലക്ഷം പേരിൽ 135 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. അന്ന് ദേശീയ ശരാശരി 100 ആയിരുന്നു. 2022 ആകുമ്പോഴേക്കും കേരളത്തിൽ 1 ലക്ഷം പേരിൽ 169 പേർക്ക് അർബുദം സ്ഥിരീകരിച്ചിരുന്നതായിട്ടാണ് വ്യക്തമാകുന്നത്. വർഷം തോറും സംസ്ഥാനത്ത് 35,000 പേർക്ക് പുതിയതായി രോഗം ബാധിക്കുന്നു എന്നത് സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നതാണ്. പുരുഷന്മാരിൽ ശ്വാസകോശത്തിലും വായിലും തൊണ്ടയിലുമായിട്ടും അർബുദബാധ കൂടുതൽ കാണുന്നുണ്ട്. അതിൽ 50% പുകയിലയുടെയും മദ്യത്തിന്റെയും ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സ്ത്രീകളിൽ 30 മുതൽ 35% വരെ സ്ഥാനാർബുദ ബാധിതരാണ് ഉള്ളത്. തൈറോയ്ഡ്, ഓവറി അർബുദബാധിതരാണ് തൊട്ടു പിന്നിലുള്ളത്. അർബുദബാധയിൽ ജീവിതശൈലിക്ക് വലിയ പങ്കാളിത്തമുണ്ടെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യം, പുകയില തുടങ്ങിയവയുടെ ഉപയോഗവും ഭക്ഷണത്തിലെ ക്രമമില്ലായ്മയും അമിത വണ്ണവും ശരീര അധ്വാനത്തിന്റെ കുറവും അതുപോലെ തന്നെ അർബുദത്തിന് വഴിവെക്കുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന കടുത്ത സമ്മർദ്ദം മുതൽ പരിസ്ഥിതി മലിനീകരണം വരെയുള്ള നിരവധി കാരണങ്ങളും അർബുദത്തിന് പിന്നിലുണ്ട്. ആധുനികമായ എല്ലാ ചികിത്സാ മാർഗങ്ങളും പലപ്പോഴും അസുഖത്തിന് മുന്നിൽ പരാജയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. മരണനിരക്ക് കൂടുതലാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും വന്നാൽ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏക പോം വഴി. അതിനായി സർക്കാർ രൂപം നൽകിയിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിക്ക് ജനങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി ഉറപ്പുവരുത്തിയതും മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ മുടക്കം കൂടാതെ നിറവേറ്റിയതും അർബുദ സ്ക്രീനിംഗ് സ്വയം സന്നദ്ധരാകുകയും ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിൻ കേരളം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ശുഭകരമാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അർബുദം എന്ന് പറയുന്നത് നമ്മളതിനെ ശക്തമായിട്ട് പോരാടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്.